അങ്ങനെ ജാനകി എന്ന പേരിട്ട് ഇനി ഒരു സിനിമയും എടുക്കാൻ പാടില്ല എന്നല്ല. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ആർക്കും ഏത് ഹിന്ദു ദൈവത്തിന്റെയും പേരിട്ട് പടമെടുക്കാം. പക്ഷേ ഇതുപോലെയുള്ള സെൻസർ ബോർഡിലെ അനീതികൾ വന്നാൽ അത് തുറന്നു കാട്ടുകയും വേണം. അല്ലാതെ പേരുകൾ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെന്നല്ല, ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുള്ളൊരു ദേവതയുടെ പേരില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ ഒരാൾക്ക് ആ പേരുണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സിനിമയ്ക്കകത്ത് കഥാപാത്രങ്ങളുടെ പേര് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ സെൻസർ ബോർഡിന്റെ മുംബൈ ഡിവിഷന് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്നിട്ടുള്ള അവരുടെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇന്ത്യയെ ആകെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ ആകെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോഴത്തെ ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ സംശയം നിർത്തുന്ന തരത്തിലേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ ആ പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. അപ്പോൾ അവർ ആ കാര്യത്തിൽ കൃത്യമായ പുനർവിചിന്തനം നടത്തണമെന്നതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം. ഒരു നിയമം പറ്റില്ല എന്നുള്ളൊരു ധ്വനി പേരിടൽ ചടങ്ങില്ലേ, ഈ സെൻസർ ബോർഡ് തരും പേര്, അത് നമ്മൾ സന്നിധിക്കിടുക, അങ്ങനെ മതിയല്ലോ. നീന്റെ ആ പേര് മാറ്റി കഴിഞ്ഞല്ലോ, പേര് മാറ്റി കഴിഞ്ഞാണ് തന്നെയാണ് വിഷയം. അല്ല എന്ന് മുഴുവൻ വാദമുഖങ്ങൾ അത് തന്നെയാണ് വന്നിട്ടുള്ളത്. ജോസഫ് മാഷിനെ കൈവെട്ടിയപ്പോഴും അവര് പറഞ്ഞത് ഇതാണ്, അള്ളാഹുവും മുഹമ്മദും തമ്മിലുള്ള സംഭാഷണം. മുഹമ്മദ് ദൈവമാണ്, ദൈവനെ കളിയാക്കി നായിന്റെ മോനെന്ന് വിളിച്ചു. അതാണ് കാരണം. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഈ രണ്ട് വാദങ്ങളും ഒന്ന് തന്നെയാണ്. നമ്മൾ പറയുന്നത് ഇത് രണ്ടും സാധാരണ മനുഷ്യരുടെ പേരാണ്. മുഹമ്മദ് എന്ന് പറയുന്നതും ജാനകി എന്ന് പറയുന്നതും മനുഷ്യരുടെ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. ദൈവവുമായി ഒരു ബന്ധവുമില്ല.